ശ്രീമദ് ഭാഗവതം ക്ലാസ് 40. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 3 അധ്യായം 11 കാലപരിമാണ നിരൂപണമാണ്. കാലത്തെ പറ്റിയുള്ള അതിൻ്റെ ദൈർഘ്യത്തെ പറ്റിയുള്ള വിവരണമാണ്. ഭാഗം 1 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ദൃശ്യവസ്തുക്കളുടെ അവസാനത്തേത്, നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കളുടെ ഏറ്റവും അവസാനം എത്തുമ്പോൾ എന്ത് ചെയ്യും? ഒരു ദൃശ്യ വസ്തു അല്ലാതായി മാറും. വലിയ വസ്തുക്കളെയാണ് നമ്മൾ കാണുന്നത്. അതിനെ ചുരുക്കി അതിൻ്റെ അകത്ത് കടന്ന ആറ്റങ്ങളിലേക്കെല്ലാം കടന്ന് പോകുമ്പോൾ അവസാനം കാണപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. സൃഷ്ടിയുടെ ഒന്നോടൊന്ന് ചേരാത്തതുമായ, അത് ഒന്നോടൊന്ന് ചേരുകയുമില്ല. അങ്ങനെ പറയുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നുമല്ല. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടിച്ചേരുന്ന സ്വഭാവമുള്ളതാണ്. അതിനു മുമ്പിലുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രപഞ്ചത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ഊർജമാണ്. ബ്രഹ്മത്തിൽ നിന്നൊരു പ്രേരക ശക്തി തരംഗരൂപത്തിൽ ഒഴുകും. ഇതാണ് ഒരു തരംഗം. ഇത് വേറൊരു തരംഗം. ഇത് രണ്ടിങ്ങനെ കൂടിച്ചേരുമ്പോൾ ഈ മധ്യബിന്ദു നിശ്ചലമാണ്. അത് സത്വഗുണമാണ്. അതാണ് ആദ്യത്തെ കണം. അതിനാണ് പരമാണു എന്ന് പറയുന്നത്. അതൊന്നുമായിട്ട് കൂടിച്ചേരില്ല. പിന്നെ കൂടിച്ചേരാൻ വേണ്ടിയിട്ട് ഓംകാരത്തിലൂടെ അവയെല്ലാം വലിച്ചിട്ട് ചേർത്തിട്ടാണ് പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ടായത്. അതൊരു ബലപ്രയോഗത്തിലൂടെയാണ്. അതിനാണ് ഓംകാരം, ആദിമ മന്ത്രം. അപ്പം ആദ്യ ഈ കണങ്ങൾ അങ്കീരസുകൾ എന്നെല്ലാം പറയും. അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു. ഈ തരംഗങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ ആ ബിന്ദുക്കൾ ഓരോ കണങ്ങൾക്ക് സമാനമാണ്. അത് പ്രപഞ്ചം മുഴുവൻ നിറയുന്നു. അതൊന്നുമായിട്ട് കൂടിച്ചേരാത്തത് ഒന്നാണ്. അതിനാണ് പരമാണു എന്ന് പറയുന്നത്. ഇനി 2 പദാർത്ഥങ്ങളുടെ ഏകഭാവത്തെയാണ് പരമമഹാൻ എന്ന് പറയുന്നത്. ഏകീഭാവത്തെ, അതെല്ലാം പിന്നെ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഈ പുരുഷനെ നമുക്ക് പരമമഹാൻ എന്ന് പറയാം. അല്ലെങ്കിൽ വിരാട സ്വരൂപം എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അത് വേർതിരിവില്ല, വ്യത്യാസവുമില്ല. പ്രപഞ്ചാകാരം അത് ഒറ്റയൊന്നാണ്. അതിന് പിന്നെ സ്പ്ലിറ്റ് ഒന്നുമില്ല. അതായത് പ്രപഞ്ചമായി മാറുമ്പോൾ എല്ലാം കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ കട്ടമാതിരിയായി മാറുകയാണ്. അതാണ് ഈ പ്രപഞ്ചം. അതാണ് വിരാട സ്വരൂപം. അതിന് വേർതിരിവൊന്നും പിന്നെ ഇല്ല. അതൊന്നേ ഉള്ളൂ. എൻ്റെ 3 കാലം സൂക്ഷ്മവും സ്ഥൂലഭാവവുമായി ചേർന്നിരിക്കുന്നു. അപ്പം ഈ സ്ഥൂലമായ ഏറ്റവും സൂക്ഷ്മമായ അതിൽ നിന്നും കാലം അതിനെ ക്രമത്തിൽ പരിണാമത്തിലൂടെ വികസിപ്പിച്ചിട്ടാണ് ഈ സ്ഥൂലമായി പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അത് അസ്പഷ്ടമാണ്. കാലമെന്ന് പറയുന്നത് അസ്പഷ്ടമാണ്. സമസവും ഈശ്വരശക്തി സ്വരൂപവുമായ കാലം. കാലത്തെ നമുക്ക് എന്തൊക്കെ ഒരു രൂപത്തിലൊന്നും പറയാൻ പറ്റൂല. കാലം എന്നെങ്ങനെ, സമയത്തെ കാലത്തെ എങ്ങനെയാണ് നമ്മൾ, അതൊരു അനുമാനമാണ്. അത് കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. അതാണ് ഈശ്വരൻ്റെ ശക്തി. ഈശ്വരൻ കാലത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. പ്ലാന്, ഒരു വീടിൻ്റെ പ്ലാന് കാലത്തിനനുസരിച്ചാണ് പുരോഗമിക്കുക. ഒരു വീട് വെക്കുമ്പോൾ പ്ലാൻ ഉണ്ടായാൽ അതിനൊരു കാലമുണ്ട്. ആ കാലത്തിന് അടുപ്പിച്ച് അത് നിർമ്മിച്ചാൽ കുറച്ചതാവുള്ളൂ. അല്ലാതെ പെട്ടെന്നെല്ലാം കയറി കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊടിഞ്ഞ് പോകും. അതെല്ലാം പ്ലാന് സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പോൾ ആ കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് പോകുന്നത്. ആ കാലമാണ് ഈശ്വര സ്വരൂപം. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ആ കാലത്തെയാണ് രാമനും കൃഷ്ണനും പരശുരാമനും എല്ലായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് കാലത്തിൻ്റെ സ്വരൂപമാണ്. അത് പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള എല്ലാ കർമ്മത്തിലും വ്യാപിച്ചിരിക്കുന്നു. ഈ കാലം ആദ്യം മുതൽ അവസാനം വരെ എല്ലാത്തിലും കാലവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്
അല്ലെങ്കിൽ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളൊരു ചായ ഉണ്ടാക്കുമ്പോഴും വെള്ളം തിളക്കാനൊരു സമയം വേണം, തിളച്ച് കഴിഞ്ഞിട്ടാണ് ചായപ്പൊടി ഇടുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്തിലൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുക. ഇനി 4, ഇതിൽ പരമാണു സ്ഥിതി വരെ വ്യാപിക്കൽ. അപ്പം ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, അതിൽ നിന്നൊരു പ്രേരക ശക്തി വന്ന് തരംഗമായി ഒഴുകി പരമാണുവായിട്ട് മാറുന്നവരെയുള്ള ആ കാലഘട്ടത്തെ പരമാണു കാലമെന്നും, അതിൻ്റെ ശേഷം ആ പരമാണുവെല്ലാം കൂടിച്ചേർന്നിട്ട് പ്രപഞ്ചം ആറ്റങ്ങളും എല്ലാമായിട്ട് ഈ പ്രപഞ്ചമായി മാറുന്നതിന് പരമമഹത്വം ആകുന്നു. 5 പറയുന്നു, ഈ 2 പരമാണുക്കൾ കൂടിയാൽ ഒരണുവായി മാറും, 3 അണുക്കൾ കൂടിയാൽ ഒരു ത്രസരേണ ആകും. അപ്പോൾ മാത്രമാണ് സൂര്യപ്രകാശം അതിൽ തട്ടുമ്പോൾ പ്രകാശം പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതിയിലേക്ക് പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത്. സൂര്യപ്രകാശം തട്ടുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കാണുന്ന രൂപത്തിലേക്ക് വരുന്നത് അപ്പോഴാണ്. അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പരമാണുക്കൾ കൂടിയിട്ട് ഒരു അണുവാകുന്നു, 3 അണുക്കൾ കൂടിയിട്ട് ഒരു ത്രിസരേണു ഉണ്ടാകുന്നു. അപ്പോഴാണ് അതിനൊരു ദൃശ്യത്തിൻ്റെ ഏകദേശം മിനിമം ലെവല് എത്തുന്നത്. എന്നിട്ട് 6 പറയുന്നത്, യാതൊരുന്ന് ത്രിസരയുടെ വ്യാസം വ്യാപിക്കുന്നുവോ അപ്പോഴതിനൊരു വ്യാസം ഉണ്ടാകുന്നുണ്ട്. ആ കാലം അതായിട്ട് മാറുന്നതിനുള്ള കാലത്തെയാണ് ഒരു ത്രുടി എന്ന് പറയുന്നത്. ഇങ്ങനെ 6 ത്രുടി കൂടുമ്പോഴാണ് ഒരു വേദം, ആ 3 വേദം കൂടുമ്പോൾ ഒരു ലവം. അപ്പം ഇതെല്ലാം ആ ഒരു സ്റ്റേജിലൂടെ മാറാൻ, ഇതെല്ലാം ഒറ്റയടിക്ക് ഉണ്ടാകുകയല്ല, ഓരോ കാലഘട്ടത്തിലേക്കായിട്ട് മെല്ലനെ മെല്ലനെ മാറിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ത്രിസരേണു വ്യാസത്തിലേക്ക് എത്തുന്നതിന് ആണ് ഒരു ത്രുടി എന്ന് പറയുന്നത്. നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ആ ത്രിസരേണ വ്യാസം പരമാണു ഉണ്ടായി അതുവരെ എത്തുന്നതിനൊരു ത്രുടി എന്ന് പറയും. അങ്ങനെ 6 ത്രുടി ചേർന്നതാണ് ഒരു വേദം, 3 വേദം കൂടിയതാണ് ഒരു ലവം. അപ്പോൾ എവിടെ നിന്ന് സമയം തുടങ്ങിയാണ് സമയവും ആറ്റങ്ങളുടെ വലിപ്പം എല്ലാം ക്രമത്തിൽ വിവരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ 3 ലവം കൂടിയതാണ് ഒരു നിമിഷം. 7 പറയുകയാണ്. നിമിഷം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ കണ്ണ് ചിമ്മുന്ന സമയമാണ്, കണ്ണ് ചിമ്മാനെടുക്കുന്ന സമയമാണ് ഒരു നിമിഷം. അത് 3 ലവം കൂടിയതാണ് അങ്ങനെ ഒരു നിമിഷം. 3 നിമിഷം കൂടിയതൊരു ക്ഷണം, 5 ക്ഷണം കൂടിയതൊരു കാഷ്ടം, 15 കാഷ്ടം കൂടിയതൊരു ലഘു, 15 ലഘു കൂടിയതൊരു നാഴിക, 2 നാഴിക ഒരു മുഹൂർത്തം, ഏകദേശം 6-7 നാഴിക എന്നത് ഒരു യാം. ഇങ്ങനെ സമയത്തെ ചെറുതായിട്ട് പോയിരിക്കുകയാണ്. ഇനി 9 ഒരു നാഴിക സമയം എങ്ങനെ കണക്കാക്കാമെന്ന് പറയുന്നതിന് ഒരു ഉപകരണത്തിൻ്റെ പേര് പറയുകയാണ് നാഴികവട്ടം. ഒരു 12 വലം തൂക്കമുള്ള ഒരു പാത്രമാണത്. ആ പാത്രത്തിൽ എടുക്കണം. എന്നിട്ട് അതിൽ ഒരു 4 വിരൽ നീളമുള്ള ഒരു സ്വർണത്തിൻ്റെ സൂചി എടുത്തിട്ട് അതിൻ്റെ തൂക്കം പറഞ്ഞിട്ടുള്ള 1 മാസം തൂക്കമുള്ളത് ഒരു 4 ദ്വാരകളാണ്. എന്നിട്ട് അതിൽ ഒരു ഇടങ്ങഴി വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ വെള്ളം ഒലിച്ചു പോകാൻ എത്ര സമയം പിടിക്കുമോ അതാണ് ഒരു നാഴിക എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നാഴിക ഫിക്സ് ചെയ്തു, സ്റ്റാൻഡർഡൈസേഷനാണ്. അതൊരു നാഴികയായി എടുത്തിട്ട് ബാക്കിയെല്ലാം കണക്കാക്കി പോകണം. ഇനി 10 4 വീതം യാമങ്ങൾ കൂടിയാലും ഒരു പകല്. അപ്പം പകല് 4 യാമം, രാത്രി 4 യാമം, അത് 8 യാമമാണ് ഒരു ദിവസത്തിന്.
5 രാപ്പകലുകൾ ഒരു പക്കം എന്ന് പറയും. 5 ദിവസം, 5 രാപ്പകലുകൾ എന്ന് പറഞ്ഞാൽ 5 ദിവസം. അതാണ് വെളുത്ത വാവ് 5 ദിവസം. പിന്നെ 5 ദിവസം കറുത്ത വാവിൻ്റെ സമയം, കൃഷ്ണപക്ഷം. വെളുത്ത പക്ഷവും കൃഷ്ണപക്ഷവും. അങ്ങനെ ഒരു കറുത്തതും വെളുത്തതും കൂടിയത് ഒരു മാസമാണ്. അതായത് 30 ദിവസം ഒരു മാസമാണ്. ഇത് പിതൃക്കൾക്കുള്ള അഹോരാത്രി എന്ന് പറയും. ഇനി 2 മാസങ്ങൾ കൂടിയാൽ ഒരു ഋതുവാണ്, നമുക്കറിയാം. 6 മാസങ്ങൾ കൂടുന്നതിൻ്റെ ഒരു അയനം എന്ന് പറയുന്നു. അങ്ങനെ 12 മാസത്തിൽ 2 അയനങ്ങളുണ്ട്, ഉത്തരായണവും ദക്ഷിണായനം. അത് ദേവലോകത്തിൽ 2 അയനമുണ്ട്. അത് അഹോരാത്രം എന്ന് പറയുന്നു, ഒരു അഹോരാത്രം എന്ന് പറയുന്നു. 12 മാസങ്ങൾ കൂടിയാൽ ഒരു വർഷമാണ്. 100 വർഷമാണ് മനുഷ്യൻ്റെ ഏകദേശം മാക്സിമം ആയുസ്സായിട്ട് പറയപ്പെടുന്നു. പിന്നെ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ. അപ്പോൾ സൂര്യൻ ചക്രത്തിൽ, ചക്രം എന്ന് പറഞ്ഞാൽ ഈ 7 ലോകം ഒരു ചക്രമായിട്ടാണല്ലോ ഉള്ളത്. അതിൽ 49 മരുത്തുക്കളുണ്ട്. ഈ മരുത്തുക്കളുടെ അകത്താണ് സൂര്യൻ കുറേ നക്ഷത്രങ്ങളെയെല്ലാം കൂട്ടത്തിൽ ഉള്ളത്. അത് പ്രപഞ്ചഘടനയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം രാശിചക്രത്തിലാണ് ഇതിനെയെല്ലാം മാർക്ക് ചെയ്യുന്നത്. ഈ പ്രപഞ്ചഘടന മുഴുവൻ ഒരു രാശിചക്രത്തിൽ. അപ്പോൾ രാശിചക്രത്തിൽ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എത്ര വർഷം കൊണ്ട്? 1 വർഷം കൊണ്ട് സൂര്യൻ ഈ രാശിചക്രം കടന്നു പോകുന്നതായിട്ട് പറയുന്നു. അതാണ് ഒരു വർഷമായിട്ട് എടുക്കുന്നത്. അതായത് സൂര്യൻ രാശിചക്രത്തിലൂടെ, യഥാർത്ഥത്തിൽ കറങ്ങുന്നത് ഭൂമിയാണെങ്കിലും നമ്മൾ രാശിചക്രം ഭൂമിയെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കുന്നത്. സയൻസിൽ വിത്ത് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയെ അടിസ്ഥാനമാക്കി സൂര്യൻ കറങ്ങുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ കറങ്ങുന്നതിനാണ് ഒരു വത്സരം എന്ന് പറയുന്നത്. അങ്ങനെ 14 എന്ത് പറയുന്നു? സൂര്യനെ അടിസ്ഥാനമാക്കി മാത്രമല്ല, ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്, ബൃഹസ്പതിയെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. വർഷം പലവരും അവരുടെ സൗകര്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം സൗരവർഷമുണ്ട്, ബൃഹസ്പതി വർഷമുണ്ട്, സാവരവർഷമുണ്ട്, ചാന്ദ്രവർഷമുണ്ട്, നക്ഷത്രവർഷമുണ്ട്. ഇങ്ങനെയെല്ലാം പറയപ്പെടുന്നുണ്ട്. ഒരാളെ സൗകര്യത്തിന് വർഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ചന്ദ്രൻ ചുറ്റുന്നതിനെ അടിച്ചോ, സൂര്യൻ ചുറ്റുന്നതിനെ അടിച്ചോ, ഏതോ അടിസ്ഥാനമാക്കി എടുക്കാം. എൻ്റെ എന്ത് പറയുന്നു? ഈ മഹാഭൂതങ്ങളുടെ വിശേഷ തേജസ്സിനാൽ വസ്തുക്കൾക്കെല്ലാം അതിൻ്റേതായ തേജസ്സുണ്ട്. കല്ലിന് കല്ലിൻ്റേതായ, സ്വർണത്തിന് സ്വർണത്തിൻ്റേതായ, എല്ലാത്തിനും തേജസ്സുണ്ട്. അതിനെല്ലാം കാരണം എന്താണ്? ഇതിൻ്റെ ആന്തരിക ഈ പരമാണുവും അതിൽ നിന്നുണ്ടായ ഘടന, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അപ്പം വിശേഷ വസ്തുക്കളുടെ, പഞ്ചമഹാഭൂതങ്ങളുടെ വിശേഷ തേജസ്സിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ശക്തി, ആ ബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാമായിട്ട് പല രൂപത്തിൽ പല തേജസ്സായിട്ട് പ്രത്യക്ഷപ്പെട്ടു. കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച്, കാലത്തിൻ്റെ ഒരു പോക്കനുസരിച്ചാണ് ഓരോന്നും രൂപാന്തരം പ്രാപിച്ച് പരിണാമം സംഭവിച്ചുകൊണ്ട് ഉണ്ടാകുന്നത്. ബാഹ്യരൂപേണ കാര്യോമുഖമാകുന്നു. അങ്ങനെയാണ് ഇത് ബാഹ്യരൂപത്തിൽ സ്വർണത്തിനുള്ള പ്രത്യേകതയെല്ലാം കാണുന്നത്. സ്വർണ്ണം ഇങ്ങനെ തിളങ്ങുന്നതിന് കാണും അതിൻ്റെ ആന്തരികമായ ഘടനയാണ്, ആറ്റത്തിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അതെല്ലാം ആന്തരികമായ ശക്തിയുടെ പ്രത്യേകതയാണ്. എന്നിട്ടോ അതിലൂടെ നടക്കുന്ന യാഗങ്ങളിലൂടെ അങ്ങനെ അത്തരം വ്യത്യസ്തരമായ വസ്തുക്കൾ ഉപയോഗിച്ച്, പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാവുന്നു അതെല്ലാം ഉപയോഗിച്ച് യാഗങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്വർഗസമാനമായ ഫലം. ഇപ്പം നമ്മൾ ഇത്തരം വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് സ്വർഗസമാനമായ കെട്ടിടങ്ങളും എന്തെല്ലോ എല്ലാം ഉണ്ടാക്കാം, ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം. അല്ല, മനുഷ്യൻ്റെ നിവൃത്തിക്കായി ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല വസ്തുക്കൾ പല രൂപത്തിൽ ആ ശക്തി സ്വയം ഉണ്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് വേണ്ട തരത്തിൽ മാറിയിട്ടുണ്ട്. മാങ്ങയായിട്ടും തേങ്ങയായിട്ടും ചക്കയായിട്ടും ഐസ്ക്രീമായിട്ടും എല്ലാം അത് മാറി വന്നിട്ടുണ്ട്. ആ ബ്രഹ്മം തന്നെ ആർക്ക്? നമുക്ക് സ്വർഗസമാനമായ ഫലം നൽകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എല്ലാം ഗുണം ഏതിലാണ് കിടക്കുന്നത്? അതിൻ്റെ അകത്തുള്ള പരമാണുവും അതിൻ്റെ ശേഷമുള്ള ഇലക്ട്രോണും പ്രോട്ടോണും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
അപ്പം മനുഷ്യന്റെ മോഹനിവൃത്തിക്കായി ചെയ്തുകൊണ്ട് 5 വിധമായി പറഞ്ഞ സംവത്സരത്തിന്റെ അധിപനായ സൂര്യനാരായണ സ്വാമിക്കായി കർമ്മത്തെ അനുഷ്ഠിക്കുക. അത് സൂര്യനിലൂടെയാണ് സാധിപ്പിച്ചെടുത്തിരിക്കുന്നത്. ആ സൂര്യനെ 5 തരം വർഷമായിട്ട്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ചന്ദ്രവർഷം എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം ആ സൂര്യനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും ആ കർമ്മങ്ങളെല്ലാം സൂര്യനായിട്ട് ബന്ധപ്പെട്ട് കാലവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളത് ചെയ്തു കൊടുത്തേക്കും. ഇനി 16, 17 വിതുരന് ചോദിക്കുകയാണ്. പിതൃക്കൾ, ദേവകൾ, മനുഷ്യരുടെ ആയുസ്സെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞു. ഇനി ഇതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ, ഈ 3 ലോകങ്ങൾക്കും അപ്പുറം 7 ലോകങ്ങളുണ്ടല്ലോ. അവിടെയുള്ള സമുന്നതരുടെ കാര്യവും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നും പറയുക. അവരെങ്ങനെയാണ് ജീവിതയാത്ര നയിക്കുന്നത്? അതായത് നമ്മളെ ഈ 3 ലോകം, ഭൂമി, സ്വർഗം, പാതാളം, അതിൻ്റെ അപ്പുറവും കിടക്കുന്ന മറ്റുള്ള ലോകങ്ങളിൽ, അത് 7 ലോകങ്ങളുണ്ടല്ലോ, 49 മരുത്തുക്കളെല്ലാം കൂടി ആ വലിയൊരു പ്രപഞ്ച കിടക്കുന്നു. അവിടെയുള്ളവരുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ പറയുകയാണ്. എന്നിട്ടെന്ത് പറയുന്നു? സ്ഥിരപ്രജ്ഞപരായവർ യോഗ സംബന്ധിയായ കണ്ടുകൊണ്ട് സർവവും അറിയുന്നുണ്ട്. അതായത് യോഗയിലൂടെ ആ ബ്രഹ്മത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേദങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പണ്ഡിതന്മാർ അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങേക്കാണെങ്കിൽ എല്ലാം അറിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങ് ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി പറയുകയാണ്. പിന്നെ പാട്ട് 19 അപ്പം മൈത്രേയം പറയുകയാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങളുണ്ട്. നമുക്കറിയാം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് കഴിഞ്ഞാൽ പ്രളയം നടക്കും. ഇത് പിന്നെ ആദ്യ കൃതയുഗം. ഇതിൻ്റെ കാലം പറഞ്ഞിരിക്കുകയാണ്. ഇത് 4, 3, 2, 1 എന്നത് ആയിരങ്ങളും ഇവയുടെ ഇരട്ടി നൂറുകളുമാണ് ഇവയുടെ കാലം. അതായത് ദിവ്യവർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ 4000 വർഷം കൃതയുഗത്തിന്, 3000 വർഷം 4, 3, 2 എന്ന് ഈ ക്രമത്തിലാണ്. ഇപ്പം 4, 3, 2, 1, 4000, 3000, 2000, 1000. അപ്പം കലിയുഗത്തിന് 1000 വർഷമേ ഉള്ളൂ. ഏതില്? ദിവ്യവർഷത്തിൽ. മനുഷ്യരുടെ വർഷമല്ല. എന്നിട്ടോ അങ്ങനെ ഒരു ക്രമത്തിലാണ് 4, 3, 2, 1 എന്ന ക്രമത്തിലാണ് ശരിക്ക് ഉള്ളത്. അതായത് ഹൃദയുഗത്തെക്കാട്ടിയും 4 4000 ആണെങ്കിൽ 3000 ഉള്ളൂ ത്രേതായുഗം. ദ്വാപരം 2000 ഉള്ളൂ. കലിയുഗ 1000 ഉള്ളൂ. അങ്ങനെ എന്ത് വേണം? 1000, അതിൻ്റെ ഇരട്ടി നൂറുകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോന്നിൻ്റെ അളവ് പറയാം. ദിവ്യവർഷം വെച്ച് പറയുകയാണെങ്കിൽ 4800, 3600, 2400, 1200. ഇങ്ങനെയാണ് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാൽ 12000 ദിവ്യവർഷം. ഇനി മനുഷ്യരുടെ വർഷം വെച്ച് പറയുകയാണെങ്കിൽ 1728,000 കൃതയുഗം, 1296,000 ത്രേതായുഗം, 864,000 ദ്വാപരയുഗം, 432,000 കലിയുഗം. ഇത്രയും വർഷങ്ങൾ, ഇത്രയും മനുഷ്യവർഷങ്ങൾ. അല്ലെങ്കിൽ 4 കൂടി കൂട്ടിയാൽ 4320,000
4320 1000 മനുഷ്യവർഷമാണ് ഈ 4 യുഗങ്ങളും കൂടി കൂട്ടിയാലുള്ളത്. എൻ്റെ ആ കണക്കിനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ 4000 3000 2000 1000 എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അതിൻ്റെ തുടക്കത്തിൽ അവസാനത്തിലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഒരു യുഗം തുടങ്ങിയിട്ട് മറ്റേലേക്ക് പോകുമ്പോൾ കുറച്ചൊരു കാലതാമസമുണ്ട്. അതെത്രയാണെന്ന് വെച്ചാൽ 800 600 400 200 ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള ഇടയ്ക്ക് കുറച്ച് സമയം പിടിക്കും. അപ്പം അത് കൂട്ടിയിട്ടാണ് 4800 3600 2400 1200 പറഞ്ഞത്. അങ്ങനെ 12000 എന്ത് വർഷം? ദിവ്യവർഷം. അല്ലേ 4320 1000 മനുഷ്യ വർഷം. ഇനി അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ എല്ലാം പിരീഡ് പറഞ്ഞു. ഇനി 21 പറയുകയാണ്, തുടക്കത്തിൽ ധർമ്മമായിരുന്നു, ഏറ്റവും പൂർണ്ണമായിട്ട് ധർമ്മമായിരുന്നു ഹൃദയയുഗത്തിൽ. പിന്നെ കാലം കഴിഞ്ഞനുസരിച്ച് ഹൃദയം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അങ്ങനെ പോകും തോറും ഈ ധർമ്മം കുറഞ്ഞു കുറഞ്ഞും വരും, അധർമ്മം കൂടിക്കൂടിയും വരുമെന്ന് പറയുകയാണ്. എന്നിട്ട് 22 പറയാണ് 1000 ചതുർയുഗങ്ങൾ, അതായത് ഒരു കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, എന്നിട്ട് പ്രളയം നടക്കണം. അങ്ങനെ 1000 എണ്ണം നടക്കുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാവുന്നത്. ഇപ്പം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, പ്രളയം നടക്കും. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് 1000 പ്രാവശ്യം പോയതിൻ്റെ ശേഷമാണ് ബ്രഹ്മാവിന് ഒരു ദിവസമാവുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകലാവുകയുള്ളൂ. പിന്നെ അത്രയും സമയം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ബ്രഹ്മാവ് കിടന്നുള്ളത് കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഇതിനെ തന്നെ മന്വന്തരങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 23 പറയുകയാണ്, പകൽ തുകർന്ന്, അതായത് ബ്രഹ്മാവ് എഴുന്നേൽക്കുന്നത് മുതൽ, ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് മുതൽ സൃഷ്ടി ആരംഭിച്ചിട്ട് 14 മന്വന്തരങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. 14 മന്വന്തരങ്ങളുണ്ട്. ബ്രഹ്മാവ് എണീച്ചിട്ട് സൃഷ്ടി തുടങ്ങുമ്പോൾ ഉള്ള ഈ കാലഘട്ടത്തെ 14 മന്വന്തരങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോ മന്വന്തരത്തിലും ഓരോ മനുവിലൂടെയാണ് സൃഷ്ടിക്രമം. അതിൻ്റെ ഇടയ്ക്കെല്ലാം പ്രളയം ഉണ്ടാവില്ല. ആ മന്വന്തരങ്ങളിലൂടെയാണ് സൃഷ്ടി ഇങ്ങനെ വരിക. അപ്പോൾ ആ സൃഷ്ടിക്ക് ഓരോ മനുവിലും 71 ചതുർയുഗങ്ങളുണ്ട്. 14 മന്വന്തരങ്ങളാണ് ആകെയുള്ളത്. ബ്രഹ്മാവിൻ്റെ ഒരു പകലിൽ സൃഷ്ടി നടക്കുമ്പോൾ 14 മന്വന്തരങ്ങളിലൂടെയാണ്. ഓരോ മന്വന്തരത്തിലും 71 വീതം ചതുർയുഗങ്ങളുണ്ട്. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ മന്വന്തരത്തിനും ഓരോ പ്രത്യേക മനുവുണ്ട്, ഓരോ ഋഷികളുണ്ട്. വേദവ്യാസനെല്ലാം മാറി വരും. ദേവന്മാരും ദേവേന്ദ്രനെല്ലാം മാറും. ഒരു മന്വന്തരത്തിലുള്ള ഋഷി വേദവ്യാസനാണെങ്കിൽ വേറൊന്നിൽ അതായിരിക്കില്ല. നാരദനും വേറെയായിരിക്കും, ഇന്ദ്രനും വേറെയായിരിക്കും. ഇതെല്ലാം മാറി മാറി വരും ഓരോ മന്വന്തരം. നമ്മൾ ഈ മന്വന്തരത്തിലാണ് വേദവ്യാസനും മറ്റേ ഏത് ഇന്ദ്രൻ, ദേവേന്ദ്രനായിട്ട് ഇന്ദ്രനും എല്ലാം ഉള്ളത്. മഹാബലിയെല്ലാം മാറും, വേറെ മന്വന്തരം വരുന്നു. ഇത് 25 പറയുന്നു, ഓരോ ദിവസത്തിലും ബ്രഹ്മാവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദിവസവും രാത്രി. ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പറയുന്നപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടാണ്, നമ്മളെ രാത്രിയിലല്ല. അപ്പം അതിൽ മുഴുവൻ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കും.
അങ്ങനെ എന്തെല്ലാമായിട്ട് തിരിക്കുകൾ, മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ എന്നിവരുടെ ഉൽപ്പത്തിയെല്ലാം ഇതിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി 26 മന്വന്തരത്തിൽ ഈശ്വരൻ സത്വഗുണത്തെക്കുറിച്ച് തൻ്റെ അവതാരമായ മനുക്കളാലും മറ്റും പുരുഷാകാരത്തെ പ്രകാശിപ്പിച്ച് ലോകത്തെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഓരോ മന്വന്തരത്തിലും ഈ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് അതാത് കാലത്ത് മനുവായിട്ട് അവതരിച്ചിട്ട് മറ്റുള്ള അവതാരങ്ങളിലൂടെയെല്ലാം ലോകത്തെ സംരക്ഷിക്കുന്നത്. മനു വ്യത്യസ്തം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ എല്ലാ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് അവതരിക്കുന്നത്. ഇനി 27 അത് ഏതിലെ സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായി നിൽക്കുന്ന പകൽ. എന്നിട്ട് അവസാനമാകുമ്പോൾ ഇടിച്ചു പൊളിക്കുമല്ലോ. അപ്പോൾ ഏത് ഗുണമായിരിക്കും? തമോ ഗുണം, പിന്തിരിപ്പൽ, അതായത് റിയാക്ഷൻ. അപ്പം തമോ ഗുണത്തിലൂടെ എന്ത് ചെയ്യും? യുഗാവസാനത്തിൽ എല്ലാം അതിൽ തന്നെ ലയിപ്പിച്ചിട്ട് ആ പകലിൻ്റെ അവസാനം മുതൽ പിന്നെ എന്ത് ചെയ്യും? മിണ്ടാതെ കിടന്നുറങ്ങും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ സൂര്യാന്തരന്മാരൊന്നുമില്ല, ബ്രഹ്മാവിൻ്റെ പകലാണ് ഈ സൂര്യാന്തരന്മാരെല്ലാം ഉള്ളത്. അതായത് 1000 യുഗം കഴിയുമ്പോൾ ബ്രഹ്മാവ് കിടന്നുറങ്ങുമല്ലോ. അപ്പം പിന്നെ എല്ലാം തന്നിൽ ലയിപ്പിച്ചിട്ട് ആ ഭഗവാനിൽ ലയിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പം പിന്നെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, ഒന്നുമില്ല, 3 ലോകങ്ങളും ഇല്ല. ഇനി 29 അതെങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അടിയിലൊരു അനന്തൻ എന്നൊരു സർപ്പം ഉണ്ടല്ലോ. സർപ്പം എന്ന് പറഞ്ഞാൽ ഊർജമാണ്. അത് നമ്മൾ സർപ്പം എന്താണെന്ന് നമ്മൾ കണ്ടു. ആറ്റത്തു നിന്ന് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവസാനം ഊർജത്തിലേക്ക് എത്തി നിൽക്കും. ഇലക്ട്രോൺ ഇപ്പം ന്യൂക്ലിയസിൻ്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ബോംബാണ്. അപ്പോൾ അത്രയും വലിയ ഊർജമുണ്ട് അങ്ങോട്ടേക്ക്. ആ ഊർജത്തെയാണ് വലിയ പാമ്പായിട്ട് സർപ്പമായിട്ട് ഇരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഊർജമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തി നശിപ്പിക്കുന്നത്. അതായത് ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസുകളെല്ലാം പൊട്ടിയിട്ട്, ഈ പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളെല്ലാം പൊട്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിലെ എനർജികളെല്ലാം പുറത്ത് വന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചാമ്പലാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് ന്യൂക്ലിയസ് എടുത്ത് പൊട്ടിച്ചിട്ടാണ് ബോംബ് ഉണ്ടാക്കുന്നത്. അത് തന്നെ ഈ ലോകത്തെ കരിക്കാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആറ്റങ്ങളെയും പൊട്ടിച്ചിട്ട് അതിൻ്റെ ഊർജം പുറത്തേക്ക് വരുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്? എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. ആ ചൂടിൽ നിൽക്കാൻ പറ്റാതെ എല്ലാവരും എവിടത്തേക്ക് പോകും? ദേവേന്ദ്രൻ്റെ ആ ഏറ്റവും മുകളിലുള്ള ജനലോകത്തിലേക്ക് പോകും. അതായത് മുകളിലോട്ടേക്ക് പോയി പോകും. അവസാനം പ്രപഞ്ചം മുഴുവൻ കത്തി എരിഞ്ഞ് അവസാന സാഗരം മാത്രമായിട്ട് ബാക്കി അതിൽ നാരായണൻ ശയിച്ചുകൊണ്ട് ഇരിക്കും. നാരായണൻ്റെ അകത്തുനിന്നുണ്ടാവും എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ബീജമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചേന പുറത്തേക്ക് വരും, എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പോകണം മതി. എന്നിട്ട് പറയുന്നു, അങ്ങനെ അനന്തൻ്റെ എന്ന വായിൽ നിന്ന് ഈ അഗ്നിയെല്ലാം പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായ കാറ്റിനാലും ഇളകി മറിഞ്ഞ തിരമാലകളാലും വൻ കടലുകൾ 3 ലോകങ്ങളെയും വിഴുങ്ങും. ഈ കടൽ എന്ന് പറയുന്നത് പ്രളയം മാതിരി ഭൂമിയെ വിഴുങ്ങും. അത് മാത്രമല്ല അവസാനം ഈ കാരണമാകുന്ന ജലം എന്ന് പറയുന്ന തരത്തിൽ വലിയ കൊടുങ്കാറ്റുകളെല്ലാം ഉണ്ടാക്കി എല്ലാം പ്രപഞ്ചങ്ങൾ, നക്ഷത്രങ്ങളെല്ലാം കത്തിയെരിഞ്ഞു പോവുകയാണ്. അത് നമുക്ക് ചിന്തകൾക്കോ അപ്പുറമാണ്. എന്നിട്ട് 3 ലോകത്തെയും മുക്കിക്കളയും, നശിപ്പിച്ചു കളയും. എന്നിട്ട് 31 ആ പ്രളയ ജലത്തിൽ അങ്ങനെ എല്ലാമായിട്ട് പിന്നെ ശാന്തമാകുമ്പോൾ ആ തരംഗം ഒഴുകുന്ന ആ ശക്തി മാത്രമുള്ള തരംഗ രൂപത്തിലുള്ള ആ ശൂന്യമായ സ്ഥലം, അതാണ് കാരണജലം. അവിടെ എന്തുണ്ട്? ഈ ഊർജമുണ്ട്. ഊർജമാണല്ലോ ദ്രവ്യമാകുന്നത്. ഇതൊരു പ്രത്യേകതര ഊർജമാണ്. നമ്മൾ പറയുന്ന അപ്പുറത്തെ ഊർജമാണ്. അത് ആണ് നാഗമായിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ ആ പ്രളയജലത്തിൻ്റെ അന്തർഭാഗത്ത് ആദിശേഷൻ്റെ ഇരിപ്പിടത്തിൽ
യോഗദരിദ്രയിൽ കണ്ണുമടച്ചാരിയിരിക്കും വിഷ്ണു ഇരിക്കും. ജനലോകത്തിലെ ജനങ്ങളെല്ലാം എന്ത് ചെയ്യും? അദ്ദേഹത്തെ പുറത്തിക്കൊണ്ട് അടുത്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാമാണോ അതിൽ പോയി ലയിച്ചത് അതിൻ്റെ എല്ലാം ജനിതക ഘടന അതിലുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഇനി മുളച്ചു വരിക. ചേന കമ്പ് ഉണങ്ങി ചേനയിലേക്ക് പോകും. മഴ പെയ്യുമ്പോൾ പിന്നെ അത് മുളച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഘടനയിൽ ഇതിനകത്തുണ്ട്. ആ ചേനയിൽ ജനിതക അതിനകത്തുണ്ട്. ഇനി 32 ഈ ബ്രഹ്മാവിൻ്റെ 100 വർഷം ബ്രഹ്മത്തിൻ്റെ ആയുസ്സാണ്. അതായത് ഈ ബ്രഹ്മാവിൻ്റെ 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അതെങ്ങനെയായെന്ന് വെച്ചാൽ 6 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. 1000 ചതുർയുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. ഇങ്ങനെ 2000 ചതുർയുഗങ്ങൾ കൂടുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അതിനെ 360 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 360 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 100 കൊണ്ട് ഗുണിക്കണം. അതാണ് നേരത്തെ പറഞ്ഞ 100 വർഷം. അത് കിട്ടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുമ്പോൾ അപ്പം 2000 ചതുർയുഗം ഒരു ദിവസമാണ്. അതിന് 360 കൊണ്ട് ഗുണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 360 ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം. നമ്മൾ ഒരു വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം. അതുകൊണ്ട് ആ 360 കൊണ്ട് ഇരട്ടിയാണ്, അത്രയും ഇരട്ടി എടുക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ 360 അങ്ങനെ ഒരു 100 ഇരട്ടി എടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ 100 വർഷം കൂടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ഇത് ഒരു ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും ദിവസങ്ങൾ കൂടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷമാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 100 വയസ്സ് ആയുസ്സുണ്ട്. നമുക്ക് 100 വയസ്സുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2000 ചതുർയുഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷമാണെങ്കിൽ 360 കൊണ്ട് പെരുക്കണം. 360 കൂടിയിട്ടാണല്ലോ ഒരു വർഷമാകുന്നത്. അപ്പോൾ 360 കൊണ്ട് പെരുക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷമാണ്. അങ്ങേർക്ക് 100 വർഷം ആയുസ് ഉണ്ട് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 100 കൊണ്ട് കൂടിയും പെരുക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. അപ്പോൾ 2000 × 360 × 100 അദ്ദേഹത്തിൻ്റെ ആയുസ്. ഇതിൻ്റെ പകുതി കാലഘട്ടം നമ്മൾ പകുതി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ ഇത്രയും ആയുസ്സിൽ പകുതി കഴിഞ്ഞു. രണ്ടാമത്തെ പകുതിയിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ആദ്യ പകുതിയിലാണ് ബ്രഹ്മം എന്ന പേരുള്ള ആദ്യ മഹത്തായ കൽപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പിൽ ഇതിലാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മാവ് എപ്പോഴും അതിന് മുമ്പ് തന്നെ ആയിരിക്കലുണ്ട്, ആദ്യ ഭാഗത്തിൻ്റെ മുമ്പിലായിരിക്കല്ലോ. അതിൽ രണ്ടാമത്തെ 35 പകുതിയുടെ അവസാന കൽപ്പത്തിലും ഇത് സംഭവിക്കും. അതിനാണ് പത്മം എന്ന് പറയാൻ കാരണം. അപ്പോഴാണ് നാരദൻ്റെ നാഭിയിൽ നിന്ന് പിന്നെയും ബ്രഹ്മാവ് എണീച്ചു വരുന്നത്. ഈ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ആദ്യം ജനിക്കാലം. ബ്രഹ്മാവിനും ഇത് ഇങ്ങനെ ജനിക്കും മരിച്ചുകൊണ്ട് നമ്മൾ ജനിക്കും മരിക്കുകയും ചെയ്യുന്ന മാതിരി ബ്രഹ്മാവിനും ജനിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ജനിക്കുക? നാഭിയിൽ ജനിക്കും. ഇതിൽ ഈ കൽപ്പം 2ാം പാദത്തിൻ്റെ ആദിയിലാണ് വരാഹാവതാരം ഉണ്ടായത് എന്ന് പറയുകയാണ്. അതിൽ അവതാരങ്ങൾ പലതും ഉണ്ടല്ലോ. അതിൽ ആദ്യ ഭാഗത്താണെന്ന് പറയുന്നത്. എന്നിട്ട് 37 എന്ന് പറയുന്നത് ഈ ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എത്ര വർഷങ്ങൾ പറഞ്ഞല്ലോ. 2000 × 360 × 100 അതാണല്ലോ ബ്രഹ്മാവിൻ്റെ ആയുസ്. ആയുസ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ആയുസ്. ഈ ബ്രഹ്മാവിന് മുമ്പിലുള്ള ബ്രഹ്മമുണ്ടല്ലോ, നിർഗുണമായ മരണമില്ലാതെ ഒരു സംഗതി.
പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത്. അതിൻ്റെ ആയുസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിമിഷത്തിന് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മത്തിനൊരിക്കും മരണമില്ല. അതിൻ്റെ ആയുസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു നിമിഷം പോലും ഇല്ല എന്ന് എന്തിനാ പറയുന്നത്? നിമിഷം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിർഗുണമായ ബ്രഹ്മമാണ് സ്ഥായിയായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഉണ്ടായും നശിച്ചും ഉണ്ടായും നശിച്ചും ഇങ്ങനെ കൊണ്ടുപോകും. ഇത് ഇത്രയും വർഷം ഉണ്ടെങ്കിലും 2000 ഇൻറ്റു 360 ഇൻറ്റു 100 വർഷം ബ്രഹ്മാവിന് ആയുസ് ഉണ്ടെങ്കിലും അത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതിൻ്റെ ആയുസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിമിഷം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഉണ്ടായിട്ട് ഇല്ലാതായിട്ട് എപ്പോഴും നമുക്കിതെന്തോ വലിയൊരു ദൈർഘ്യമായി തോന്നിയാണ്. അത് നമ്മളെ ബുദ്ധിൻ്റെ കുഴപ്പമാണ്. കാരണം നമ്മൾ ഇപ്പം പകല് പോകാതെ ഇരിക്കും, നമുക്ക് ഭയങ്കര വിഷമാണ്. പകല് പോകുന്നില്ലാലോ. ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ രാത്രി ഉറങ്ങുമ്പോഴോ എത്ര പെട്ടെന്നാണ് പോകുന്നത്. അപ്പം നമ്മളെ മനസ്സിനാണ് ഈ ബാക്കിയുള്ള ഈ വർഷം എന്നെല്ലാം പറയുന്നത് ഒന്നുമില്ല. എന്നിട്ട് 37 പറയാണ് ഈ ബ്രഹ്മത്തിൻ്റെ ആയുസ് ആദിയും അന്തവും ഇല്ലാത്തതാണ്. അതിന് ആദിയുമില്ല അന്തവുമില്ല. ഇനി 38 8 പ്രകൃതികളും 16 വികാരങ്ങളെല്ലാം കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ അകം എന്ന് പറയുന്നത് നമ്മൾ 49 മരുത്തുക്കൾ കൂടി ഒരു ഗോളമായിട്ട് ചിത്രീകരിച്ചല്ലോ പണ്ട്. 7 ഗോളങ്ങൾ കൂടിയത്. അത് 50 കോടി യോജന വിശാലമുണ്ട്. അതിൻ്റെ വിശാലം റേഡിയസ് എന്ന് പറഞ്ഞാൽ 50 യോജന വിശാലമുണ്ട് അകത്ത്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്ത്. പുറത്തും അതിന് കുറേ ഏരിയുണ്ട്. അത് 100 മടങ്ങാണ്. 100 മടങ്ങായിട്ട് അതിനെ ആവരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആകർഷണ പരിധിയിൽ 100 മടങ്ങ്. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാത്തിലും പരമാണു പ്രകാരത്തിൽ ഇരിക്കുന്നുണ്ട്. ആര്? ഈ ബ്രഹ്മം. അതിൽ തന്നെ 1000 കോടിക്കണക്കിന് അണ്ടരാശികളുണ്ട്. അണ്ടരാശികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു രാശിയാക്രം ഉണ്ടല്ലോ, ഭൂമിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ എന്തുണ്ട്, നമുക്കൊരു രാശിയാക്രമുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തെല്ലാം കോടിക്കണക്കിന് അണ്ടരാശികളുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലങ്ങളിൽ മനുഷ്യരും ഉണ്ട്, ജീവജാലങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് യാതൊന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരമാണു പ്രായമായി കാണുന്നുവോ അതിനെയെല്ലാം കാരണമായ പുരുഷോത്തമനെ അക്ഷരബ്രഹ്മം എന്ന് പറയുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നതിന് കാരണമായ അതിൻ്റെ പുറത്തുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ, അതാണ് ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം. അതാണ് അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ അത് വേദത്തിലൂടെ നമ്മൾ മനസ്സിലായിക്കൊള്ളുക, ചിന്തിച്ച് മനസ്സിലായിക്കൊള്ളുക. ഇതാണ് 11-ാമത്തെ അധ്യായം.